ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിദേശ നിക്ഷേപ പദ്ധതികളിലൊന്നായ ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് മേലുള്ള അമേരിക്കൻ ഉപരോധ ഇളവ് ഇന്ന് അവസാനിക്കുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശന കവാടം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ തുറമുഖത്തിന്റെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിന്റെ നിഴലിലാണ്. ഇളവ് നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ അമേരിക്കയ്ക്ക് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും വാഷിംഗ്ടണിൽ നിന്ന് ഇതുവരെ അനുകൂലമായ പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരിനെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. 23 വർഷം മുൻപ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് വിഭാവനം ചെയ്ത ഈ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണോ അതോ അമേരിക്കൻ ഉപരോധങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ഇതുവരെ വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. അമേരിക്കൻ അധികൃതരുമായി നയതന്ത്ര തലത്തിൽ നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യക്ക് അത്ര അനുകൂലമല്ലെന്നാണ് വിലയിരുത്തലുകൾ. 2025 ഒക്ടോബർ മുതൽ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അമേരിക്കയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് 2026 ഏപ്രിൽ 26 വരെ ഇളവ് നീട്ടി ലഭിച്ചത്. എന്നാൽ ആ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥയും കണക്കിലെടുക്കുമ്പോൾ ഇറാന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരു നീക്കത്തോടും സഹകരിക്കേണ്ടതില്ലെന്ന കർക്കശ നിലപാടിലാണ് അമേരിക്ക. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കുന്നതിലൂടെ അവരുടെ വരുമാന സ്രോതസ്സുകൾ തടയുക എന്നതാണ് അമേരിക്കൻ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ ചബഹാറിന് പ്രത്യേക ഇളവ് നൽകാൻ വൈറ്റ് ഹൌസ് തയ്യാറാകുമോ എന്നത് സംശയമാണ്. ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് നിലവിൽ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഉപരോധം കടുക്കുകയാണെങ്കിൽ IPGLന് നേരിട്ട് അവിടെ പ്രവർത്തിക്കാൻ തടസ്സമുണ്ടാകും. പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത് IPGLനുള്ള ഓഹരികൾ താൽക്കാലികമായി ഒരു ഇറാനിയൻ കമ്പനിക്ക് കൈമാറാനാണ്. ഉപരോധത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഇന്ത്യൻ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനാണ് ഈ നീക്കം. 2025 സെപ്റ്റംബർ 29 അമേരിക്ക ചബഹാർ തുറമുഖത്തിന് മേൽ ആദ്യമായി ഉപരോധം ഏർപ്പെടുത്തിയത്. അന്നു മുതൽ തന്നെ പദ്ധതിയുടെ സുഗമമായ മുന്നോട്ടുപോക്കിന് തടസ്സങ്ങൾ നേരിട്ട് തുടങ്ങിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തുറമുഖം എന്നതിലുപരി പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും എത്തിക്കാനുള്ള ഏക മാർഗമാണ് ചബഹാർ. പാകിസ്ഥാൻ വഴിയുള്ള കരമാർഗത്തിന് തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഇവിടെ നിക്ഷേപം നടത്തിയത്. ഇതുവരെ ഏകദേശം $12 കോടി ഇന്ത്യ ചബഹാറിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തുറമുഖത്തെ ക്രൈനുകൾ, ടെർമിനലുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി വൻതുക ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വ്യാപാരം സുഗമമാക്കാൻ ചബഹാർ വഴി സാധിക്കും. റഷ്യയുമായുള്ള വ്യാപാരത്തിനും ഈ പാത നിർണായകമാണ്. അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിയുടെ പ്രധാന കണ്ണിയാണ് ചബഹാർ. ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായാൽ യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ സമയവും ചെലവും പകുതിയോളം കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും. എന്നാൽ അമേരിക്കയുടെ പിടിവാശി ഇന്ത്യയുടെ ഈ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ടോ എന്നതും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന് മറുപടിയായാണ് ഇന്ത്യ ചബഹാറിനെ വളർത്തിയെടുത്തത്. ഇന്ത്യ ഇവിടെ നിന്ന് പിന്മാറുന്നത് ആ മേഖലയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാരണമാകും. നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ തന്നെ ചബഹാറിനെ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പരീക്ഷണമാണ്. ഉപരോധം വന്നാൽ തുറമുഖം വഴിയുള്ള ഇടപാടുകൾക്ക് ഡോളർ ഉപയോഗിക്കാൻ സാധിക്കില്ല. രൂപയും ഇറാനിയൻ റിയാലും ഉപയോഗിച്ചുള്ള വ്യാപാര സാധ്യതകൾ ഇന്ത്യ മുൻപ് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ വിജയം ആഗോള ബാങ്കിംഗ് ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്ന് ഇറാനെ പുറത്താക്കിയതും കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു. ഇന്ത്യൻ കമ്പനികൾക്ക് പുറമെ ചബഹാറിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന മറ്റ് വിദേശ നിക്ഷേപകരും അമേരിക്കൻ ഉപരോധത്തെ ഭയന്ന് പിൻവാങ്ങാൻ സാധ്യതയുണ്ട്. ഇത് തുറമുഖത്തിന്റെ ആധുനികവൽക്കരണത്തെ ബാധിക്കും. ഇന്നത്തെ ദിവസം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇളവ് ലഭിച്ചില്ലെങ്കിൽ ചബഹാർ പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യ നിർബന്ധിതരാകും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം.